മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന താരങ്ങളാണ് മോഹൻലാലും ശങ്കറും. ഒരുപാട് ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു. എന്നാൽ പിന്നീട് വലിയൊരു ഇടവേളയെടുത്ത് ശങ്കർ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. മോഹൻലാൽ സൂപ്പർ താരമായി തിളങ്ങുകയും ചെയ്തു. സിനിമാ രംഗത്ത് സജീവമല്ലെങ്കിലും മോഹൻലാലുമായി ഇന്നും നല്ല സൗഹൃദത്തിലാണ് ശങ്കർ. മോഹൻലാലിന്റെ വിജയത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനാണെന്ന് പറയുകയാണ് താരമിപ്പോൾ. ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിലെ ചില സംഭവങ്ങളും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശങ്കർ ഓർത്തെടുത്തു. ഇവിടെ സ്വർഗമാണ് എന്ന സിനിമയാണ് മോഹൻലാലിനൊപ്പം ഞാൻ അവസാനം അഭിനയിച്ചത്. കാസനോവ എന്ന പടവും ചെയ്തു. ഞാൻ വളരെ ഒതുങ്ങിപ്പോകുന്ന ആളാണ്. സിനിമയിൽ നിന്നും മാറി നിന്ന് UK-യിൽ പോയി താമസമാക്കി. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നുമുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിലൂടെ വന്നവരാണ്. ആ ഒരു കാലഘട്ടത്തിൽ 10 വർഷത്തോളം ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നും ഉണ്ടാവും. സിനിമ കുറച്ചു കഴിഞ്ഞ് ചെയ്യാമെന്ന് കരുതി മാറിപ്പോയ ആളാണ് ഞാൻ. അതൊരുപക്ഷെ എന്റെ തെറ്റായിരിക്കാം. പഴയ ആളുകളൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മോഹൻലാൽ വേറൊരു സ്റ്റൈലാണ്. ചിലപ്പോൾ ഭയങ്കര തമാശയായിരിക്കും, ചില സമയങ്ങളിൽ വളരെ ശാന്തനായിരിക്കും. ലാൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ലാൽ ഇതൊക്കെ ചെയ്യുമോ എന്ന്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആള് വേറെ ലെവലാണ്. ലാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും. കോമഡി, റൊമാൻസ്, സീരിയസ്, അങ്ങനെ ഏത് റോളായാലും മോഹൻലാൽ തകർക്കും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങൾ മോഹൻലാൽ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയുണ്ട്. മോഹൻലാൽ നെഗറ്റീവ് ക്യാരക്ടറാണ്. അതിലൊരു ഫൈറ്റ് കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചാണ്. സംവിധായകൻ ഞങ്ങളോട് പറഞ്ഞു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടണമെന്ന്. 6 നില കെട്ടിടമാണ്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാ സേഫ്റ്റി സംവിധാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, എന്നിരുന്നാലും അത് അപകടമാണ്. ലാൽ പറഞ്ഞു ഞാൻ ചാടാമെന്ന്. അങ്ങനെ ഞാനും തയ്യാറായി. കറങ്ങിയാണ് ലാൽ ചാടിയത്. ഞാൻ നേരെയും. അത്ര ഡെഡിക്കേറ്റഡ് ആണ് ലാൽ എന്ന് ശങ്കർ പറഞ്ഞു.